പ്രിയൻ, ഈ കടലിൽ തകർന്ന കപ്പൽ അപകടകാരിയോ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഈ കപ്പലിലെ വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതെ. അതിൽ നിന്നാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, ഒരു കപ്പലിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാവും എന്നുള്ള. ഓരോ ഷിപ്മെൻറ്റിലും വരുന്നത് പല തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. അത് ഇപ്പോൾ ഒന്ന് വിഴിഞ്ഞത്തേക്ക് വരാം, പിന്നെ കൊച്ചിയിലേക്ക് വരാം, വിശാഖപട്ടണത്തേക്ക് പോകാം, ഇല്ലെങ്കിൽ ഗുജറാത്തിലെ ഏതെങ്കിലും പോർട്ടിലേക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ പല പ്രദേശങ്ങളിൽ പല പാഴ്സലുകൾ ഇറക്കുകയാണെങ്കിൽ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഈ കാർട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരും. അവർ കൊണ്ടുവരുന്ന പല സാധനങ്ങളായിരിക്കും പലയിടത്തുള്ളത്. അങ്ങനെയാണ് ഒരു കപ്പലിൽ കൊണ്ടുവരുന്ന വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കളുണ്ടാവും. അതിൽ നിത്യോപയോഗ സാധനങ്ങളുണ്ടാവും, അസംസ്കൃത പദാർത്ഥങ്ങളുണ്ടാകും, ഈ പറയുന്ന ഇന്ധനമുണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ ഒരു കപ്പൽ, ഇനി ഒന്നുമില്ലാതെ വരുന്ന ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ പോലും, അത് മറിഞ്ഞാൽ പോലും, മുങ്ങിയാൽ പോലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ മർദ്ദത്തിൽ ഇതിൽ നിന്നുള്ള ഇന്ധനം ലീക്കാവുക എന്നുള്ളതാണ് ഏറ്റവും. അത് ജലോപരിതലത്തിലേക്ക് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ജലത്തിലെ സൂക്ഷ്മജീവികൾ മുതൽ മത്സ്യങ്ങൾ വരെ, കടൽ ജീവികൾ വരെ വലിയ രീതിയിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കും. ഇതാണ് നമുക്ക് സ്വാഭാവികമായി അറിയാമെന്നുള്ള കാര്യം. അങ്ങനെ നടക്കുന്ന ഒരു അപകടം അത് എത്രത്തോളം രൂക്ഷമായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിലുള്ള അപകടമുണ്ടായി എണ്ണ ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മറ്റ് ബാക്ടീരിയകൾ ഉപയോഗിച്ച്, എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ആ എണ്ണയുടെ സാന്നിധ്യം അവിടെ നിന്ന് ഇല്ലാതാക്കുക. പിന്നെ അതുപോലെ തന്നെ എണ്ണ സമുദ്രോപരിതലത്തിൽ നിന്ന് അരിച്ചെടുക്കുന്ന കപ്പലുകൾ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷേ ഇവിടെ അത്തരം നടപടികൾ എന്താണ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിനെ നിയന്ത്രിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ബൗണ്ടറി ലൈൻ, ഈ പറയുന്ന വ്യാപിച്ചിരിക്കുന്ന മേഖലയെ നിയന്ത്രിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ എൽസ 3 മുങ്ങിയതോടുകൂടി ഇതിനകത്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് 13 കണ്ടെയ്നറുകളിൽ ഈ പറയുന്ന കാൽസ്യത്തിൻ്റെ കാർബൈഡിൻ്റെ സംയുക്തമായിട്ടുള്ള കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു എന്നാണ്. ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റിൽ എന്ന് പറയുന്ന വാതകമുണ്ടാകും. ഇത് പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. മനുഷ്യൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇതൊരു വലിയ രീതിയിലുള്ള ഉൽപ്പന്നമായതുകൊണ്ട്, രാസവസ്തു ആയതുകൊണ്ട് നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റും. അതിൻ്റെ കപ്പലിൻ്റെ ആൾക്കാർ ഇന്ന് പരിശോധനയ്ക്കായിട്ട് എത്തുന്നുണ്ട്. കസ്റ്റംസിന് കൈമാറിയിട്ടുള്ള ഒരു ലിസ്റ്റുണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം അവർ എഴുതി കൊടുത്തത്. പക്ഷേ ക്യാഷ് അല്ലാതെ ക്യാഷുമാണ്, നട്ട്സാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പിന്നീട് സ്ഥിരീകരണം വന്നു. ഈ പറയുന്ന പോളിമർ അസംസ്കൃത വസ്തു, അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ പേന മുതൽ ഗൃഹോപകരണങ്ങൾ അടക്കം എല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ 6 മാസത്തേക്കൊക്കെ ഉള്ളത് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഈ പോളിമർ എന്ന് പറയുന്ന വസ്തു ഉണ്ട്. ഈ പ്ലാസ്റ്റിക് മോൾഡുകളിലൊക്കെ ഇട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് വസ്തുക്കളാക്കുന്ന സാധനം, അത് ഇതിനകത്തുണ്ടായിരുന്നു. അതാണ് ഈ സമുദ്ര തീരത്ത് ഈ കൽക്കണ്ടം വിതറിയ പോലെ കിടക്കുന്നത്. ഇത് മത്സ്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഈ മീനൊക്കെ ചത്തുപോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത്. പിന്നെ ഈ പോളിമർ അസംസ്കൃത വസ്തുക്കൾ കടലിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ പവിഴപ്പുറ്റുകളിലൊക്കെ ചെന്നടിഞ്ഞിട്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള വലിയ ആശങ്ക പുറത്തേക്ക് വരുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളായ സാധനങ്ങളാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസുകൾ. ഈ പോളിമർ ഗ്രാന്യൂൾസുകളാണ് ഈ വന്നടിയുന്നത്. ഈ ഗ്രാന്യൂളുകൾ ഉപയോഗിച്ചാണ് ഈ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ഇതെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇത് സമുദ്രത്തിലെ ഉപ്പുവെള്ളവുമായിട്ട് ചേർന്നിട്ടൊക്കെ രാസപ്രവർത്തനത്തിന് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് പലവിധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ ഈ തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ, ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യവും കടൽ ജീവികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയായിരുന്നു എന്നാണ് പറയുന്നത്. കശുവണ്ടിയും നട്ട്സും അടക്കം ഇതിനകത്തുണ്ടായിരുന്നു. 39 കണ്ടെയ്നറുകളിൽ കോട്ടൺ, 71 കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല, 60 കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പോളിമർ, നേരത്തെ പറഞ്ഞ അസംസ്കൃത വസ്തുവാണ്. 87 കണ്ടെയ്നറുകളിൽ തടിയാണ്, ബാമ്പു അടക്കമുള്ള തടികളുണ്ട് എന്നാണ് പറയുന്നത്. 643 കണ്ടെയ്നറുകൾ എന്നാണ് സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത്. പട്ടികയുള്ളത് 640 കണ്ടെയ്നറുകൾ മാത്രമാണ്. 3 കണ്ടെയ്നറുകളുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6, അതായത് നോട്ടിക്കൽ മൈൽ 27 കിലോമീറ്റർ അകലെയാണ് ഇത് മുങ്ങിയത് എന്നുള്ളതും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് ഇപ്പോൾ.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാൽഷ്യം കാർബൺ ആയിട്ടുള്ള ഈ സംയുക്തമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശങ്കയുള്ള കാര്യം. കാര്യം ഇത് മനുഷ്യന് വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒഴിഞ്ഞ ഒരു കപ്പലാണെങ്കിൽ പോലും അതിൽ ഇന്ധനം പ്രശ്നം ഉണ്ടാക്കും, ഈ പറയുന്ന കപ്പലിലെ ജീവനക്കാർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവും, ഇവർക്ക് ഈ കുക്കിംഗ് ഗ്യാസ് പോലുള്ള സാധനങ്ങളും മറ്റ് ഫെസിലിറ്റികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കപ്പൽ തന്നെ എത്രത്തോളം രാസവസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഒരു കപ്പൽ പൊളിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്, പാകിസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ട്. പാകിസ്ഥാനിലാണ് കൂടുതലും പൊളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ആസ്ബെറ്റോസ് എന്ന് പറയുന്ന വസ്തു പൊളിക്കുമ്പോഴത്തേക്കും അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അന്തരീക്ഷ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തേർഡ് വേൾഡ് രാജ്യങ്ങളാണ് മിക്കവാറും ഈ കപ്പൽ പൊളിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അവരങ്ങനെ കപ്പൽ പൊളിക്കാനൊന്നും അനുവദിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഈ പറയുന്നൊരു കപ്പൽ മുങ്ങുമ്പോൾ ആ തീരമേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പിന്നെ ഇതിന് പല ദുരൂഹതകളുമുണ്ട്. ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത്, അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഇതിനെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഫലവത്തായി നടന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ പറയുന്ന കണ്ടെയ്നറുകൾ നീക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ കപ്പൽ ചരിയുന്നതിനെ തടയാനായിട്ടുള്ള മറ്റ് കപ്പലുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനമോ ഈ കണ്ടെയ്നറുകൾ നീക്കുന്ന പ്രവർത്തനമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഇത് എന്തുകൊണ്ട് ചെയ്തില്ല? ഈ കപ്പൽ വളരെ കാലപ്പഴക്കമുള്ളതാണ്. ഈ കപ്പൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഈ കമ്പനിക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പായിരുന്നു ഇത്. അവരുടെ രാജ്യത്തോ അവരുടെ മേഖലയിലോ ഒന്നും ഇതിനെ ഇങ്ങനെ മുക്കാതെ ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് കടലിൽ താഴ്ത്തിയതിൻ്റെ കാരണം എന്താണ്? ഉൾക്കടൽ ഏറ്റവും സമുദ്രത്തിൻ്റെ നടുഭാഗത്തെങ്ങാനുമാണ് മുങ്ങിയിരുന്നതെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. ഈ തീരവുമായിട്ട് അടുത്ത മേഖലയിലാണ് ഇത് മുങ്ങിയത് എന്നുള്ളത്. കാരണം അപ്പോൾ കപ്പൽ മുങ്ങിയെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അപകടത്തിൽ നമ്മൾ ദുരന്തമായിട്ടൊക്കെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതാണിത്. അപ്പോൾ എന്തായാലും നമ്മളുടെ സമുദ്ര ആവാസ വ്യവസ്ഥ ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ മത്സ്യസമ്പത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിനി അങ്ങോട്ട് ട്രോളിംഗ് നിരോധനത്തിൻ്റെ കാലവും കൂടെയാണ്. ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ മത്സ്യങ്ങളുടെ പ്രചരണ കാലമാണ്. ഒരു വർഷത്തേക്കുള്ള മത്സ്യസമ്പത്ത് പിന്നെ ഉണ്ടാകുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിലാണ്, ഈ മൺസൂൺ മഴയുടെ കാലഘട്ടത്തിലാണ്. ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ പടർന്ന കടലിൽ നിന്ന് എങ്ങനെയാണ് നല്ല മത്സ്യ സമ്പത്ത് ഉണ്ടാവുക? അതെ, ചത്തൊടുങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പറയുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് മത്സ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവർക്ക് ജനിതക മാറ്റങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം സാധാരണമോ നിസ്സാരമോ ആയിട്ടുള്ള പ്രശ്നമല്ല, ഗുരുതര പ്രശ്നമാണ്. ഇതിനെ അധികാരികൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.